ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തിയെന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ദിവസമായി നമ്മുടെ ആമ്പലിനെ കുറിച്ചൊക്കെ വീഡിയോസ് ചെയ്തിട്ടെന്ന് പലരും ചോദിച്ചു. സോ അതുകൊണ്ട് നമ്മൾ വീണ്ടും ആമ്പലിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നു. സോ അപ്പോൾ ഞാൻ ആമ്പലിൻ്റെ വീഡിയോസ് ചെയ്യാതിരുന്നതിൻ്റെ മെയിൻ പ്രശ്നം പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആമ്പലിലൊക്കെ എല്ലാം കറുത്ത വെള്ളമായി ഒരു വലിയ പ്രോബ്ലം ആയിരുന്നു. പക്ഷേ അതൊക്കെ ഞാൻ ഏകദേശം കുറേയൊക്കെ മാറ്റിക്കൊണ്ട് വരുന്നുണ്ട്. ഇതുപോലെ ഒന്ന് വൃത്തിയാക്കിക്കൊണ്ട് ഇപ്പോൾ രാവിലെ എൻ്റെ പണി. സോ അപ്പോൾ എനിക്ക് എപ്പോഴും ക്യാമറയും പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. കുറേയൊക്കെ ഞാൻ വൃത്തിയാക്കിയുണ്ട്. കുറേ പ്ലാന്റ്സൊക്കെ പുതുതായിട്ട് ഇളക്കി നട്ടു. ഇന്ന് രാവിലെയും കുറേ പണിയുണ്ടായിരുന്നു. ഇന്ന് ഞാൻ വൈകുന്നേരമാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഇതെല്ലാം കറുത്ത വെള്ളം മാറ്റി ഞാനിവിടെ വെള്ളമൊക്കെ ഉണ്ട് വീട്ടിൽ രാവിലത്തെ പണിയതിന് ശേഷം ഇവിടെ കാണുന്നുണ്ട്. കുറേ മാക്സിമം അതിൻ്റെ പഴയ ലീഫൊക്കെ എല്ലാം റിമൂവ് ചെയ്തു. ഇവിടെ വേറെ പ്ലാന്റ് ഇതാ നട്ട് ഇലയൊക്കെ നന്നായി വിരിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഇന്ന് പുതുതായിട്ട് നട്ടതാണ് ഈ പ്ലാന്റ്സൊക്കെ. ഇവിടെ ഇരുന്ന് എല്ലാം കംപ്ലീറ്റ്ലി ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാം പുതുതായിട്ട് നട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഇവിടെ നട്ടു, പിന്നെ ഇതാ അവിടെയൊക്കെ നട്ടിട്ടുണ്ട്. സോ അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഇവിടേക്ക് എല്ലാ ചെടിയും ഇങ്ങനെ കറുത്ത. അപ്പോൾ നിങ്ങളും ശ്രദ്ധിക്കുക, ഈ കറുത്ത വെള്ളം നിങ്ങളുടെ വാട്ടർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് മാറ്റി. എനിക്ക് നാളെ റിമൂവ് ചെയ്യാനുള്ളതാണ് ഇത്. പിന്നെ ഇത് അവിടെ ഉള്ളത് അതെല്ലാം നാളെ എനിക്ക് റിമൂവ് ചെയ്യണം. ഏകദേശം ഒരു 10-50 എണ്ണത്തിൽ പുറത്ത് എനിക്ക് പുതുതായിട്ട് റീപ്പോർട്ട് ചെയ്യണം. സോ അവിടെ അന്ന് മണ്ണിറക്കിയിട്ടുകൊണ്ട് മണ്ണ് വെട്ടിക്കുടിക്കേണ്ട അവസ്ഥയല്ല. അങ്ങനത്തെ ഒരു കാര്യം മാത്രം നമുക്ക് അതിലൊന്ന് എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി ഒത്തിരി ഇപ്പോൾ കുറേ ഇതിൻ്റെ ബാക്കിൽ എനിക്ക് നടക്കേണ്ടി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് കറുത്ത വെള്ളം ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഈ കറുത്ത വെള്ളം ആവാനുള്ള മെയിൻ റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഒച്ച് കൂടുതലായിട്ട് വരുന്നതും, പിന്നെ ഈ മഴ പെയ്യുമ്പോൾ നമ്മുടെ അടിയിലുള്ള ഇതിൽ മാക്സിമം വെള്ളം ഇങ്ങനെ വന്ന് വീഴുമ്പോൾ ഇലകൾ പെട്ടെന്ന് ചെയ്യും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിലാണ് മെയിനായിട്ട് പ്രശ്നം വരുന്നത്. ഇല എങ്ങനെ ചെയ്യും, അടിയിലുള്ള ഇലയും ചെയ്യും. അതുപോലെ വെള്ളത്തിനുണ്ടാകുന്ന ഓവർ ഈ ഷേക്കിങ് കാരണം ഈ മഴ പെയ്യുമ്പോൾ അടിയിലുള്ള ചാണകമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുകളിലേക്ക് അതിൻ്റെ ഒരു വരുന്നൊരു മെത്തേഡ് ഉണ്ടാവും. അതിങ്ങനെ വെള്ളം ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ പോയി വരുമ്പോഴേ. ഓക്കെ, അങ്ങനത്തെ കുറേ കാരണങ്ങൾ കാരണമാണ് നമുക്കിപ്പോൾ ഈ ഒരു കറുത്ത ഇതെന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഈ മഴ സമയത്തും ഈ ഒരു സമയത്ത് മെയിനായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ നോക്കിയത്. ഇത് ഞാൻ ഫുള്ള് പിന്നെ ക്ലിയർ ചെയ്തെടുത്തതാണിത്. എന്നാലും ഇതിൽ ഒച്ചിൻ്റെ ഒരു ഇത് പ്രശ്നമുണ്ട്. ഈ ഒച്ചാണ് മെയിൻ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നിങ്ങൾ തവളയുടെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് റിമൂവ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ഒരു പ്രോബ്ലം ഉള്ളവർ ഒരിക്കലും ഒരു ടാങ്ക് നിങ്ങൾ നല്ലതായിട്ട് വെച്ചുകൊണ്ട് തൊട്ടടുത്ത് അഴുക്കത് വച്ചിരിക്കില്ല. എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് റിപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ അടുത്ത് മഴ പെയ്യുമ്പോൾ വെള്ളം തെറിച്ച് അതിൽ നിന്നുള്ളത് ആ കറുത്ത വാട്ടർ വീണ്ടും ഇതിൽ വരികയും ചെയ്യും. അതുപോലെ നമ്മുടെ ഈ ഒച്ചിൻ്റെ ഇതും പെട്ടെന്ന് അപ്പുറത്ത് ഇൻഫെക്ഷനായി നമ്മൾ പെട്ടെന്ന് അത് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഏകദേശം ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ആ അറ്റം മുതൽ എങ്ങനെ ഏകദേശം ഈ ഒരു പ്ലേസ് വരെ നിങ്ങൾ ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ വെള്ളം ഒന്ന് റിമൂവ് ചെയ്തൊന്ന് സെറ്റ് ആക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം കുറച്ച് എമൗണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു മെത്തേഡ് ചെയ്യുക. പിന്നെ ഈ ഒച്ചിനെയൊക്കെ നിങ്ങൾ എടുത്ത് കൊന്ന് കളഞ്ഞില്ലെങ്കിൽ നമ്മൾ എടുത്ത് ചിലരൊക്കെ തറയിൽ തന്നെ ഇടും. ഇവിടെ തറയിൽ തന്നെ ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. അടുത്ത മഴയത്ത് അല്ലെങ്കിൽ അടുത്ത സമയത്ത് യുവമാർ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് വീണ്ടും കയറിക്കൊണ്ട് അടുത്ത് ഓരോന്നിലേക്ക് പോകും. സോ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എല്ലാത്തിനും ഒരു തൊട്ടിൽ കളക്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഇവിടെ ഒരു മതിലുണ്ടല്ലോ, ഈ മതിലിന് പുറത്ത് സൈഡിൽ എവിടെയെങ്കിലും കൊണ്ട് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യാറാണ് പതിവ്. ഓക്കെ, അപ്പോൾ അതെന്തായാലും മതിൽ വഴി കയറി ഇപ്പുറത്ത് വന്ന് അതിൻ്റെ ഒരു സാധ്യത വളരെ കുറവാണ് എന്നെനിക്ക് തോന്നുന്നു. അത് ശരിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു പ്രോബ്ലം കാരണമാണ് ഞാൻ വീഡിയോസ് കുറച്ച് ആമ്പലിൻ്റെ നിന്ന് ഇടാതിരുന്നത്. ഇനി കണ്ടിന്യൂസ് ചെയ്ത വീഡിയോസ് ഇടണം. കാരണം ആമ്പലിനെ നോക്കാതിരുന്നു കഴിഞ്ഞാൽ എല്ലാം പോയി കിട്ടും. ഓക്കെ ഫ്രണ്ട്സ്, ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാൻ. ദിസ് ഈസ് സൈനിങ് ഔട്ട്. ബൈ ബൈ.